നീ വിഷമിക്കണ്ട. അഖില സ്വയം അറിഞ്ഞു പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അത് പറയിപ്പിക്കും. അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നില്ല. അസാധ്യം എന്നൊരു വാക്ക് പ്രിയങ്കയുടെ ജീവിതത്തിലില്ല. ഞാൻ പറയുന്നത് നീ നന്നായിട്ട് ശ്രദ്ധിച്ചു കേൾക്കണം. മനസ്സിലായോ? മനസ്സിലായി. ഇത് സൂപ്പർ. പ്രിയങ്ക പറഞ്ഞതുപോലെ അസാധ്യം എന്നൊരു വാക്ക് ഇനി ഗംഗയുടെ ജീവിതത്തിലും ഇല്ല. എന്നാ ഞാൻ നോക്ക്, അത് തൃച്ചംബരമാണ്, സൂക്ഷിക്കണം. ഓരോ ചുവടും വളരെ ശ്രദ്ധിച്ചേ വയ്ക്കാവൂ. ഒന്നിടറിയാൽ എല്ലാം തകരും. ശരി, ഇറങ്ങട്ടെ. ശരി, ബൈ. ഒരു മിന്നാമിനിങ്ങിനെ പോലും പിടിക്കാൻ അറിഞ്ഞൂടാത്ത ഇവനങ്ങനെ 16 കമ്പനികളുടെ MD ആയി. സുബ്ബണ്ണ, എന്റെ ബ്രോ എവിടെ എങ്ങനെ കണ്ടിരുന്നോ? റൂമിൽ നോക്കിട്ട് കണ്ടില്ല. നിന്റെ ബ്രോ ദേ പാതിരാത്രിയിൽ മിന്നാമിനിങ്ങിനെ പിടിച്ച് കളിക്കുന്നു. മിന്നാമിനിങ്ങിനെ പിടിച്ച് കളിക്കുന്ന ഈ ബ്രോയ്ക്ക് ഇതെന്ത് പറ്റി? മിന്നാമിനികളെ എങ്ങനെ പിടിക്കാൻ പറ്റുക? ബ്രോ ഇതെന്തൊക്കെ കാണിക്കണം? മിന്നാമിനിങ്ങളെ അല്ല, അവനിന്ന് ചന്ദ്രനെ വരെ പിടിച്ച് കവറിലാക്കി കൊണ്ടുവരും. അതാണ് മൂഡ്. പക്ഷേ അവൻ ഇപ്പൊ പിടിക്കുന്ന മിന്നാമിനിങ്ങളെ അല്ല, പിന്നെ പ്രണയശലഭങ്ങളെ. പ്രണയശലഭങ്ങളോ? അതെ, ദേ അങ്ങോട്ട് നോക്ക്, ആ അശോകവനിയിൽ. റൊമാൻസ്, മിന്നാമിന്നി പ്രേമം. കല്യാണി, നിനക്ക് ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക്. ഒന്ന് നോക്ക് എന്റെ കെട്ടിയോളെ. സുബ്ബണ്ണ, ബ്രോയുടെ ഈ പ്രണയസല്ലാവും കാണുമ്പോഴേ എനിക്കൊന്ന് പ്രണയിക്കാൻ തോന്നാം. അയ്യേ, അതല്ല, ഞാൻ എന്റെ പ്രണയിനിയുടെ അടുത്തേക്ക് പോവാ സുബ്ബണ്ണ. പോട്ടെ.
ബൈ. അയ്യോ മനുഷ്യനെ വെറുതെ. അയ്യോ പാവം സുബ്ബണ്ണന്റെ കാര്യം ആലോചിക്കുമ്പോഴാ കഷ്ടം. ശോ, ഒരു പാഴായിപ്പോയ ജന്മ എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു എന്ന് ആലോചിക്കുമ്പോഴാ. പോടാ, 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 പോടാ. അപ്പൊ സുബ്ബണ്ണ ഞാൻ പോകുന്നു. അവരായി അവരുടെ പാടായി. സുബ്ബണ്ണൻ പോകുന്ന വഴിക്ക് ഏതെങ്കിലും അമ്പലത്തിൽ കയറിയിട്ടേ കുറച്ച് ഭസ്മൊക്കെ വരി നെറ്റിയിലിട്ടേക്ക്. പോടാ അവിടുന്ന്. മനുഷ്യന്റെ ഉള്ള സമാധാനം കളഞ്ഞു. ഗുഡ് നൈറ്റ്. അവന്റെ ഒരു മിന്നാമിന്നി പ്രേമം. എന്തു പറ്റി നിനക്ക്? നിന്നെ നാട്ടിലേക്ക് അയക്കാതെ നോക്കിയില്ല ഞാൻ. പിന്നെ നീ എന്തിനാ കല്യാണി ഇങ്ങനെ വിഷമിക്കുന്നേ? അത് ഞാൻ കാരണല്ലേ വലിയ വഴക്ക് കേട്ടത്. കൊള്ളാം. നീ ഇപ്പോഴും അത് ആലോചിച്ചോണ്ടിരിക്കുകയാണോ? അമ്മ എല്ലാം മറന്ന് മത്സരം നടത്താൻ ബെസ്റ്റ് വിഷസും പറഞ്ഞല്ലോ. പിന്നെന്താ നിനക്ക്? നീ ഒന്നും ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കണ്ട. അമ്മ പറഞ്ഞ തീയതിയിൽ ഞാൻ നിന്റെ കഴുത്തിലായിരിക്കും താലി കെട്ടാൻ പോകുന്നത്. ആ വിശ്വാസം ഉള്ളത് കൊണ്ടാ വല്യുഞ്ഞെ ഈ കല്യാണി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഈ കണ്ണുകൾ ഇനി നിറയരുത്. നിനക്ക് ഞാനുണ്ട്. ഗുഡ് മോർണിംഗ് അമ്മേ. ഗുഡ് മോർണിംഗ് ആനന്ദ്. അമ്മ ഇന്നലെ ഒരു കമ്പനി പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? ആ അതെ. നിങ്ങൾ രണ്ടുപേരും കൂടി ആ ഇടനിലക്കാരനെയും കൂട്ടി അത് പോയി നോക്കണം. പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ വേണം. ശരി അമ്മേ. നിങ്ങൾ പോയി കണ്ടിട്ട് മുന്നോട്ട് നീക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാനും കൃഷ്ണേട്ടനും കൂടി ഒന്ന് പോവാം. എന്താ അതുപോലെ? അത് മതി. കാര്യങ്ങളൊക്കെ അരവിന്ദ് പറഞ്ഞു കാണുമല്ലോ. വലിയ ഗുഡ് വില്ലുള്ള കമ്പനിയൊന്നും അല്ല. അയാൾക്ക് എന്തോ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടമ്മേ. അതാ അയാൾ ഇങ്ങനെ കടന്ന് ധൃതി വയ്ക്കുന്നത്. അതെനിക്ക് ആദ്യമേ മനസ്സിലായി. ഏതായാലും നിങ്ങളതൊന്ന് വിശദമായിട്ട് അന്വേഷിക്കേ. ഹലോ, ഗുഡ് മോർണിംഗ്. പറയേ. അരവിന്ദ്, അമ്മേ ആ ടി വി ഒന്നോണാക്ക്. എന്തോ പ്രശ്നമാണല്ലോ. ന്യൂസ് ചാനലിട്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് മികച്ച ബ്രാൻഡ് അംബാസഡർ മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് അറിയിക്കാൻ വിളിച്ചുകൂട്ടിയ പ്രസ് മീറ്റിലും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സമ്മാനമെന്തെന്ന് പിന്നീട് അറിയിക്കുമെന്നാണ് മാധ്യമങ്ങളെ അറിയിച്ചിരുന്നത്. സാധാരണ കാറുകളും ഫ്ളാറ്റുകളും സമ്മാനമായി പ്രഖ്യാപിക്കുമ്പോൾ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പുതുമയാർന്ന സമ്മാനം പ്രഖ്യാപിച്ചത് മത്സരത്തിന് ആവേശം പകരുമെന്ന് തന്നെയാണ് മാധ്യമലോകം വിലയിരുത്തുന്നത്. ഇന്നലെ ഏറെ വൈകിയാണ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD അരവിന്ദ് കൃഷ്ണൻ കമ്പനി ലെറ്റർ പാഡിൽ മാധ്യമങ്ങൾക്ക് അറിയിപ്പ് നൽകിയത്. മികച്ച ബ്രാൻഡ് അംബാസഡർ മത്സരത്തിലെ വിജയിയെ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മകൻ ആനന്ദ് കൃഷ്ണൻ വധുവാക്കുമെന്നതാണ് സമ്മാനം.
ഇത് മത്സരത്തെ ഏറെ ശ്രദ്ധേയമാക്കുന്നു. കഴിഞ്ഞ വർഷത്തെ മികച്ച ബിസിനസ്മാനുള്ള സൗത്ത് ഇന്ത്യയിലെ അവാർഡ് നേടിയ ആളാണ് മിസ്റ്റർ ആനന്ദ് കൃഷ്ണ. അമ്മ ഇത് ചതിയാ. അന്നാ ബാങ്കിൽ കൊടുത്ത ഫേക്ക് ലെറ്റർ പോലെ മറ്റൊരു ഫേക്ക് ലെറ്റർ ഇത്. അല്ലാതെ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല. സ്വന്തം കയ്യൊപ്പിന്റെ വില എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം വലിയൊരു ചെയറിൽ കയറിയിരിക്കാൻ. മുകളിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ച് ഉറപ്പാക്കിയിട്ട് വേണം താഴെ കയ്യൊപ്പ് ചേർത്താൻ. അത്രയ്ക്കുള്ള അറിവ് പോലും നിനക്കില്ലാതെ പോയല്ലോ അരവിന്ദ്. നീ എല്ലാം ഒരു കുട്ടിക്കളിയായി കണ്ട് എവിടെയൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നു. അതാ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ആനന്ദ്, നീ വേഗം പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടി കമ്പനി ഇങ്ങനെ ഒരു അറിയിപ്പ് കൊടുത്തിട്ടില്ല എന്ന് പറയും. വ്യാജ അറിയിപ്പാണെന്ന് അറിയിക്ക്. ശരിയമ്മേ. ആന്റി ഒരു മിനിറ്റ്. ആ ലെറ്റർ ഫേക്ക് ആയാലും ചാനലിൽ പബ്ലിഷ് ആയത് ഇനി തിരുത്താൻ നിൽക്കണ്ട. അത് തൃച്ചംബരത്തിന് മാനക്കേട്. ഞാൻ മത്സരത്തിൽ പങ്കെടുത്ത് ജയിച്ച് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മരുമകളായി തീർന്നാ പോരെ? വേണ്ട ഗംഗ, ഇത് കുട്ടിക്കളിയല്ല. ആന്റി ഭയക്കണ്ട, ഈ മത്സരത്തിൽ ഞാൻ തന്നെ ജയിക്കും. ഗംഗ, നിമിഷ നേരം കൊണ്ട് ജയവും പരാജയവുമെല്ലാം മാറി മറിഞ്ഞേക്കാം. പക്ഷേ ഒരു കാരണവശാലും ഞാൻ തീരുമാനിച്ചുറപ്പിച്ച എന്റെ മരുമകൾ മാറാൻ പാടില്ല. ഈ മത്സരം വേണ്ട മോളെ. ആനന്ദ്, പ്രസ് മീറ്റ് വിളിക്ക്. ആന്റി പ്ലീസ്. ആന്റിക്ക് എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാ. ഞാൻ ജയിക്കും. കാരണം മറ്റുള്ളവർക്ക് ഇത് വെറും ഒരു മത്സരവും എനിക്കിതെന്റെ ജീവിതവുമാണ്. പ്ലീസ് എന്നെ വിശ്വസിക്കാൻറ്റി. ഓക്കെ, ഒരു കാര്യം കൂടി ആലോചിക്കണം. ഇതിൽ നിന്റെ ജീവിതം മാത്രമല്ല, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ അഭിമാനം കൂടിയുണ്ട്. ഓൾ ദി ബെസ്റ്റ്. അരവിന്ദ്, ഇനി എന്ത് തന്നെ സംഭവിച്ചാലും ഈ മത്സരത്തിൽ എനിക്ക് ജയിച്ചേ മതിയാകൂ. എന്ത് വില കൊടുത്തിട്ടായാലും ആനന്ദിനെ എനിക്ക് വിവാഹം കഴിക്കണം. ഇത് വെറും വാക്കല്ല, ഗംഗയുടെ വാക്കാ. ബ്രോയുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആക്ച്വലി ഫയലിൽ കണ്ടതിൻ്റെ ഒറിജിനൽ ഒപ്പ് തന്നെയാ. നമ്മളാരോ ചതിച്ചു. ഇതിൻ്റെ പിന്നിൽ എല്ലാ കൊല്ലം ബ്രാൻഡ് അംബാസിഡർ മത്സരം കണ്ടക്ട് ചെയ്യുന്ന വിശ്വാസ് ഗ്രൂപ്പ് ആയിരിക്കുമെന്നാ എനിക്ക് സംശയം. തൽക്കാലം നമുക്ക് ഈ മത്സരമൊന്നും വേണ്ട ബ്രോ. ഒരു പ്രസ് മീറ്റ് വിളിച്ച് ഇതൊന്ന് പിന്മാറാം. എന്നിട്ട് വിശ്വാസ് ഗ്രൂപ്പ് തന്നെ ഇക്കൊല്ലം മത്സരം നടത്തട്ടെ. കാരണം ഇതിപ്പോൾ വേറൊരു മത്സരമല്ല, ബ്രോയുടെ ജീവിതം വെച്ചിട്ടുള്ള കളിയാ. അതെ, ഇതെന്റെ ജീവിതം വെച്ചുള്ള കളിയാ. അതുകൊണ്ട് തന്നെ ഈ മത്സരം നടക്കണമെന്ന് എന്റെ ആവശ്യം. നടന്നേ പറ്റൂ. ബ്രോ എന്തൊക്കെയാ പറയുന്നേ? ഈ മത്സരം നടക്കണമെന്നോ? ദേ ഫ്ലാറ്റും കാറും എന്നല്ല സമ്മാനം. മികച്ച ബ്രാൻഡ് അംബാസിഡർ ബ്രോ താലി കെട്ടണം. ദേ തീക്കളിയാണേ. അറിയാം. കല്യാണിയുമായിട്ടുള്ള വിവാഹം നടത്തി തരണമെന്ന് അമ്മയോട് പറയാൻ തുടങ്ങുമ്പോഴാണ് അമ്മ ഗംഗയെ കൊണ്ടുവന്ന് ഇതാണ് മൂത്ത മരുമകൾ എന്ന് പറഞ്ഞ് മുന്നിൽ കൊണ്ടു നിർത്തിയത്. അത് തടയാൻ എന്താ വഴിയെന്ന് ആലോചിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വഴി തുറന്നു കിട്ടിയെന്ന എന്റെ വിശ്വാസം. സർ, മിസ് കല്യാണിദാസ് ഈ മത്സരത്തിൽ പങ്കെടുക്കുമോ? ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ഇല്ലാതെ ഒരു മത്സരം ചിന്തിക്കാൻ പോലും പറ്റില്ല.
ഇപ്പൊ എനിക്ക് മനസ്സിലായി ബ്രോ. ദാറ്റ്സ് ഗ്രേറ്റ്. ഈ കോമ്പറ്റീഷനിൽ കല്യാണി ജയിച്ച ഓട്ടോമാറ്റിക് ആയിട്ട് കല്യാണി തൃച്ചംബരത്ത് അരവിന്ദ് കൃഷ്ണന്റെ ഏട്ടത്തിയമ്മയായിട്ട് കയറി വരും. ഈ കോമ്പറ്റീഷനിൽ കല്യാണി ജയിച്ച ഓട്ടോമാറ്റിക് ആയിട്ട് കല്യാണി തൃച്ചംബരത്ത് അരവിന്ദ് കൃഷ്ണന്റെ ഏട്ടത്തിയമ്മയായിട്ട് കയറി വരും. അത് കൊള്ളാം, കൊള്ളാം. മച്ചു, എന്തോ പറ്റി സുബണ്ണ? രാവിലെ മുതൽ കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചേ ഉള്ളൂ. ആ കുറച്ച് ഒഫീഷ്യൽ തിരക്കുകൾ. ഇവിടെ ഒരുപാട് സംഭവ വികാസങ്ങളൊക്കെ നടന്നു, അറിഞ്ഞല്ലോ അല്ലേ? ആ അറിഞ്ഞു. ആനന്ദ് വിളിച്ചിരുന്നു തന്നെ. എന്തായി മച്ചു, ഇപ്പോഴും നീ എന്തൊക്കെ കൺഫ്യൂഷനാണെന്ന് തോന്നുന്നു. കൺഫ്യൂഷൻ ഉണ്ട്. അമ്മ മത്സരം വേണ്ടെന്ന് പറഞ്ഞിട്ടും മത്സരം നടക്കട്ടെ, അതിൽ ഞാൻ ജയിച്ചു കാണിക്കാമെന്ന് ഗംഗ അമിത വിശ്വാസത്തോടുകൂടി പറഞ്ഞതിലാ എനിക്ക് സംശയം. അതെ ബ്രോ, ഗംഗ ഈ കോമ്പറ്റീഷനിൽ ജയിക്കാൻ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാ. അതാ ഇത്ര കോൺഫിഡൻസിൽ ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞത്. അവളെ സൂക്ഷിച്ചേ പറ്റൂ. കറക്റ്റ്. ഗംഗ ഉറപ്പായിട്ട് എന്തെങ്കിലും ചതിയോ കുറുക്കുഴിയോ ഉപയോഗിച്ച് ജയിക്കാൻ നോക്കും. അവളിനി എന്ത് തന്ത്രം ഇറക്കി കളിച്ചാലും കല്യാണി ഈ മത്സരത്തിൽ ജയിക്കണം. നമ്മൾ ഒരുമിച്ച് നിന്ന് കൃത്യമായ പരിശീലനം കൊടുത്താലേ കല്യാണി ജയിക്കും. അതെ ബ്രോ, കല്യാണിയുടെ ജയത്തിന് നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇവിടെ നമ്മളതങ്ങ് ഉറപ്പിക്കുക, സ്ട്രോങ് ആയിട്ട്. നല്ല പേസ്റ്റ് ആയാലല്ലേ മുഖത്ത് പുരട്ടാൻ പറ്റൂ. ഈശ്വര, ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണേ. അബദ്ധാവോ? വല്ലുവിന്റെ ഓരോരോ കാര്യങ്ങള്. ഏതായാലും നീ ഇവിടെ ഇരിക്കും, എനിക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും പേസ്റ്റ് പോലെ ആവണം കേട്ടല്ലോ. ഫേഷ്യലൊക്കെ ചെയ്ത് നീ ആ ബ്രാൻഡ് അംബാസിഡർ മത്സരത്തിൽ ജയിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ? അന്ന് ഞാനൊന്ന് ഫേഷ്യൽ ചെയ്യാൻ പറഞ്ഞപ്പോ ചുണ്ണാമ്പ് പൊടി ക്രീമി കലർത്തി എന്റെ മുഖം പൊള്ളിച്ചത് ഞാൻ മറന്നിട്ടില്ല. തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാമെന്ന നിന്റെ മോഹം ഒരു കാലത്ത് നടക്കാൻ പോന്നില്ല. നടക്കാൻ സമ്മതിക്കില്ല ഞാൻ. പൊള്ളിയ മുഖവുമായിട്ട് എങ്ങനെ ബ്രാൻഡ് അംബാസിഡർ മത്സരം ജയിക്കുമെന്ന് എനിക്കൊന്ന് കാണണം.
കല്യാണി കല്യാണി ചേച്ചിയോ? എന്താ ചേച്ചി? നിന്നെ ഒന്ന് കാണാൻ വന്നതാ. നീ കൂടെ ഇല്ലാത്തോണ്ട് ഒരു രസവും ഇല്ല. അതെങ്ങനാ? തൃച്ചംബരത്തേക്ക് കേറാൻ പാടില്ലല്ലോ ചേച്ചി. പിന്നെ എങ്ങനാ? ആനന്ദ് സാറിന്റെ കല്യാണം വരെയല്ലേ വിലക്കുള്ളൂ. പിന്നെ വരാലോ. ഇപ്പൊ ആകെയുള്ളൊരു സമാധാനം എന്താന്ന് വെച്ചാ ആ വിലാസിനി മാഡം കിച്ചണിലേക്ക് വരാറേ ഇല്ല. അല്ല, അനിയൻകുട്ടി സ്കൂളിലേക്ക് പോയോ? പോയി ചേച്ചി. ആ ഇതെന്താ? ഓ, മത്സരത്തിനുള്ള തയ്യാറെടുപ്പാണല്ലേ? ചെറുതായിട്ട്. വല്യൂഞ്ഞിന് ഒരേ നിർബന്ധം ഫേഷ്യൽ ചെയ്യണോന്ന്. അനുസരിച്ചല്ലേ പറ്റൂ. എന്നാ ഞാൻ പോട്ടെ കല്യാണി. അഖില മാഡത്തിന് കോഫി കൊടുക്കാൻ സമയമാകുന്നു. ഞാൻ വൈകിട്ട് ഇങ്ങോട്ട് വരാം. ശരി ചേച്ചി. ശരി. അവളുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ കോമ്പറ്റീഷൻ. ഇതും തേച്ചോണ്ട് നീ എങ്ങനെ ബ്രാൻഡ് അംബാസിഡർ ആകുമെന്ന് എനിക്കൊന്ന് കാണണം.